പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ ആദ്യ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് അല്പം മുമ്പാണ് പ്രഖ്യാപിച്ചത്. ആദ്യം ഒരു വിദേശ സൈനിങ് തന്നെയാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വിദേശ താരങ്ങളുടെ എണ്ണം ഈ താരം കൂടി എത്തുമ്പോൾ 7 മാറുകയാണ്. എന്നാൽ ഒരു വിദേശ താരം അപ്പോൾ പുറത്തു പോകേണ്ടി വരും. എന്നാൽ ആരായിരിക്കും ആ വിദേശ താരം എന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഏറ്റവും കൂടുതൽ പേരുകൾ 3 പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേട്ടത്. മിലോസ് ട്രിൻസിച്ച്, അതുപോലെ തന്നെ അലക്സാന്ദ്രെ കൊയഫ്, ക്വാമി പെപ്രെ എന്നീ പേരുകളാണ് ഉയർന്നു കേട്ടത്. എന്നാൽ ഇപ്പോൾ ഇതിനെപ്പറ്റി മാർക്കസ് മുർഗലാവ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ അപ്ഡേറ്റിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഏത് വിദേശ താരമായിരിക്കും ഈ സീസണിൽ പുറത്തു പോവുക എന്നതിനെപ്പറ്റി മാർക്കസ് മുർഗലാവ് പറയുന്നത് ഇങ്ങനെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ 24 മണിക്കൂർ കാത്തിരിക്കുക. അതിനുള്ളിൽ തന്നെ ആ താരം ആരാണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുമെന്നാണ് മാർക്കസ് മുർഗലാവ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ആ താരത്തിൻ്റെ താങ്ക് യു പോസ്റ്റ് ഒഫീഷ്യലായി തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യും എന്നുള്ളതായിരിക്കും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇനി മാർക്കസ് മുർഗലാവ് തന്നെ 27 മണിക്കൂറിനുള്ളിൽ പറയുമോ എന്നുള്ളതും വ്യക്തമല്ല. ഏതായാലും 24 മണിക്കൂർ കാത്തിരിക്കുക. അതിനുള്ളിൽ നിങ്ങൾക്ക് ആ താരം ആരാണെന്ന് അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മുർഗലാവ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് അലക്സാന്ദ്രെ കൊയ്ഫിൻ്റെ പേരാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളിൽ ഈ സീസണിൽ മികച്ച പ്രകടനം നടത്താൻ സാധിക്കാത്തത് അലക്സാന്ദ്രെ കൊയ്ഫിനാണ്. ഒറ്റ ഗോൾ ഈ സീസണിൽ നേടിയിട്ടുണ്ടെങ്കിൽ പോലും താരത്തിന് മികച്ച പ്രകടനങ്ങളൊന്നും ഈ സീസണിൽ നടത്താൻ സാധിച്ചിട്ടില്ല. പിന്നീടുള്ളത് പെപ്രയും അതുപോലെ തന്നെ മിലോസുമാണ്. പെപ്ര ഈ സീസണിൽ 5 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുണ്ട്. കൂടാതെ മികച്ച പ്രകടനവും അദ്ദേഹം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും പെപ്രയെ ഒഴിവാക്കാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നില്ല. കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറും കൂടിയാണ് പെപ്ര. അതുകൊണ്ട് തന്നെ പെപ്രയെ ഒഴിവാക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. അതുപോലെ തന്നെ ഇനി മിലോസിൻ്റെ കാര്യമെടുത്താൽ മിലോസിൻ്റെ കാര്യത്തിലും അവ്യക്തത തുടരുകയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് മിലോസ്. കൂടാതെ ഈ സീസണിലാണ് അദ്ദേഹത്തിൻ്റെ കരാർ 2 വർഷത്തേക്ക് കൂടി ബ്ലാസ്റ്റേഴ്സ് വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മിലോസിനെയും ഒഴിവാക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല. കൂടുതലും അലക്സാന്ദ്രെ കൊയ്ഫിന് തന്നെയാണ് സാധ്യതകൾ കാണുന്നത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ കരാർ മെയ് 31 ഈ 2025 അവസാനിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ അലക്സാന്ദ്രെ കൊയ്ഫിനെ ഒഴിവാക്കാനുള്ള സാധ്യതയാണ് നിലവിൽ നമ്മൾ കാണേണ്ടത്.